ഇപ്പോൾ അടുത്തത് ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ മിക്സ്? വെള്ളുള്ളി, ഇത് ഇഞ്ചി പേസ്റ്റ് അല്ലേ? വെള്ളുള്ളി ആദ്യം ഇട്ടാൽ നല്ലോണം ഇറക്കണം, അതിൻ്റെ ആ സ്മെല്ല് പോകണം അല്ലേ? ഒരു കാര്യം പറയാൻ മറന്നു, ആദ്യം ഉള്ളി ഇട്ടിട്ടോ, അതിന് ശേഷമാണ് ഓർമ്മ വന്നത്. ഉള്ളിൻ്റെ ശേഷം ആ ചിക്കൻ വറുത്ത എണ്ണയിലാണ് ഉള്ളി നല്ലോണം മാറ്റിയത്. അപ്പോൾ ആ ഒരു ടേസ്റ്റും മണവും നല്ല ഗുണവും എല്ലാം കിട്ടും. ഓക്കെ, ഒരു 5 മിനിറ്റ് ആ മണം നമുക്ക് മനസ്സിലാവും. ആ സ്മെല്ലിങ്ങനെ കുറയും. സ്മെല്ല് കുറയുന്നത് വരെ കുറച്ച് നേരം ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ അടുത്തത് ഇഞ്ചി. അപ്പോൾ ആദ്യം ഇട്ടത് എന്താ? വെളുത്തുള്ളി. അതിനുശേഷം ഇഞ്ചി കേട്ടോ. അതും സെയിം അതേപോലെ കുറേ നേരമല്ല, ഒരു 5 മിനിറ്റ്. ഞങ്ങളിന്നൊരു 3 കിലോ ഇറച്ചിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വറുത്ത ചിക്കനാണ്. വറുത്തിട്ട് ഉണ്ടാക്കിയത്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാതിരി ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല. വറുത്തത് രസമാണ്. അതുതന്നെ ചില ആൾക്കാർ വേവിച്ചിട്ടുണ്ടാക്കും. അത് വേറെ. പച്ചമുളക്, ഇപ്പോൾ അടുത്തത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചതച്ചത്. പിന്നെ മല്ലിച്ചപ്പുണ്ട്, പുതിന, എല്ലാം അരച്ചതാണ്. ചെറിയ ഉള്ളി ഇട്ടാൽ അതൊരു ടേസ്റ്റാണ്. ഇപ്പോൾ അടുത്തതായിട്ട് മല്ലിച്ചപ്പും പുതിനയും അങ്ങനെ എല്ലാ അരച്ച വിഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഓക്കെ, ഇതെല്ലാം ഈ പച്ച മണം ഉണ്ടാവുമല്ലോ ഇതിന്, മല്ലിച്ചപ്പിന് പുതിനയ്ക്കല്ല, ഇതെല്ലാം കുറച്ച് പോണ വരെ നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുത്തിട്ട് അതിന് ശേഷം തക്കാളി ഇടുക. പിന്നെ കുറച്ച് നല്ലോണം മാറ്റുക. എല്ലാം പോകുമ്പോൾ കാണാം. ഈ മിക്സ് അണ്ടിപരിപ്പ്, കസ്കസ്, തേങ്ങ, മുന്തിരി, ഇത് നെയ്യിൽ വറുത്ത് അരച്ച് വെച്ചതാണ്. ഇത് ഇട്ടാൽ നല്ല ടേസ്റ്റ് കൂടും. ഓക്കെ, ഇപ്പോൾ ഞാനപ്പോൾ പറഞ്ഞ നല്ലോണം അരയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വൈഫ് അരച്ചത് അത്രയും ശരിയായിട്ടില്ല. അത് നല്ലോണം അരച്ചോണ്ട് അണ്ടിപരിപ്പ് മുന്തിരിയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ പാടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചപ്പ് മണമൊക്കെ പോയിട്ടേ. ഇതെന്താണ്? മല്ലിപ്പൊടി എത്ര? എല്ലാം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ചേർന്ന് കുറച്ച്. ഇത് ഗരം മസാല. ഗരം മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗരം മസാല, മല്ലിപ്പൊടി, ഇത് രണ്ടും ഇട്ടിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റായി. ഇപ്പോൾ തക്കാളി ഇടാൻ പോവാണ്. ഇനി തക്കാളി നല്ലോണം അലിഞ്ഞ് അതിൽ ചേരുന്നവരെ ഇളക്കുക. ഇത് വീഡിയോ അപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അത് ഒരേ കയ്യിൽ ഞാൻ ഒരു കയ്യിൽ ഇളക്കലും ഒരു കയ്യിൽ വീഡിയോ എടുക്കലായതുകൊണ്ടാണ്. ആരും ചെറുതായിട്ടൊന്ന് അടുക്കളയൊക്കെ കുറച്ച് കസപസയാണ്, അത് ഒന്നും ആൾക്കാരൊന്നും വിചാരിക്കേണ്ട. തക്കാളി ഇട്ടിട്ട് കുറച്ച് സിമ്മിലാക്കിയിട്ട് ഗ്യാസ് ഒന്ന് അടച്ച് വെച്ചോളൂ. വേഗം അങ്ങോട്ട് വാട്ടി കിട്ടും. ഓക്കെ, നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കി പിന്നെ അടി പിടിക്കുന്നുള്ള പേടി കുറച്ച് കുറയും. അത് ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് വന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് വീഡിയോ അത്ര ചെറുതിട്ടോ. ഞാനിവിടെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വീഡിയോ ചെറുതാണെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ഇത്ര വേഗം തീരുമെന്ന് വിചാരിക്കരുത്. ഈ തക്കാളി കഷ്ണങ്ങളൊക്കെ നല്ലോണം അലിഞ്ഞ് പോണ വരെ നല്ലോണം ഇളക്കണം കേട്ടോ. നല്ലോണം വേവണം തക്കാളി. ഇതൊക്കെ കഷ്ണങ്ങൾ ഇങ്ങനത്തെ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കാണാൻ പാടില്ല. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്.
ഞാൻ ജസ്റ്റ് അമ്മയ്ക്ക് ഒരു ഹെൽപ്പായിട്ട് ഇങ്ങനെ ഇളക്കുന്നുള്ളൂ. എല്ലാം ബിരിയാണിക്ക് അമ്മേൻ്റെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലോണം വെന്തിട്ടുണ്ട് തക്കാളി. ഇനിയിപ്പോൾ തൈര് അടുത്തത്. ഈ കുഞ്ഞി കൈ എൻ്റെ പറഞ്ഞ പോലെ അടുത്തത് തൈര്. നല്ലോണം തക്കാളിക്ക് വെന്തു, എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി സൂപ്പറായിട്ടുണ്ട്. ഇനി തൈര് ഒഴിക്കുക. എത്ര അമ്മ ഒഴിക്കേണ്ടത്? ഇത് വലിയ നല്ല പുളിയുള്ളതുകൊണ്ട് കുറച്ചങ്ങോട്ട് ഒഴിച്ചാൽ മതി. നമ്മൾ മിൽക്ക് മിസ്റ്റിൻ്റെ തൈരൊക്കെ കിട്ടുമല്ലേ, അത് അത്ര പുളിയില്ലാത്തതാണ്. അത് കുറച്ച് കൂടുതലിട്ടാലും അത് കുഴപ്പമൊന്നുമില്ല. തൈരൊക്കെ ഇട്ട ശേഷം ഒരു പ്രാവശ്യം ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ എങ്ങനെയുണ്ട്, പാകത്തിനാണോ അല്ലേന്ന്. പാകത്തിനല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളയ്ക്കാൻ മതി കേട്ടോ. ഉപ്പ് എല്ലാം പാകമാണ്, എല്ലാം ഓക്കെ. ഇപ്പം നല്ലോണം ഇളക്കി നോക്കി നല്ല പേസ്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പേസ്റ്റ് ഇതിലേക്ക് ഇനി വറുത്ത ചിക്കൻ അങ്ങോട്ട് ഇടാണ്. വറുത്ത ചിക്കൻ എവിടെ ഉണ്ട്? ഇതാ, മുളകും മഞ്ഞളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ടിട്ട് അങ്ങോട്ട് കുരുമുളകൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മസാലയൊക്കെ വരട്ടി വെച്ചിട്ട് ഇട്ടതാണ്. ഇപ്പോൾ ഈ ചിക്കൻ ഇനി നമ്മൾ മസാലയിൽ ഇട്ടിട്ട് ഇളക്കാൻ പോവാണ്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഒന്ന് ഇളക്കട്ടെ. നല്ലോണം ഇളക്കിയിട്ട് എല്ലാം നല്ല മസാലയെല്ലാം മുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചിക്കന്. ഇതിങ്ങനെ തന്നെ കുറച്ച് നേരം തളിച്ചിട്ട് നല്ല മസാലയൊക്കെ അങ്ങോട്ട് ആ ചിക്കനിൽ പിടിച്ച ഓൾറെഡി വെന്ത ചിക്കനാണ്, ഓൾറെഡി ഫ്രൈ ആയ നല്ല വെന്ത ചിക്കനാണ്. ജസ്റ്റ് ആ മസാലയൊക്കെ ആ ടേസ്റ്റ് ഈ ചിക്കനിന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാസ് അങ്ങോട്ട് സിമ്മിലിട്ടിട്ട് അങ്ങോട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. നമ്മളിപ്പോൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റായി. നല്ലോണം ഇളക്കിയിട്ട് ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ മസാലയിൽ ഇപ്പോൾ ഒരു പാകത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഈ ചിക്കൻ്റെ ഉപ്പ് ഇനി ഇറങ്ങിയ ശേഷം എങ്ങനെ ഉപ്പ് വേണോ ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത്. ഓക്കെ, ഉപ്പൊക്കെ പാകമാണ്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മാതിരി ഉപ്പിട്ടുണ്ടോ. ഇപ്പം നമ്മൾ പോണത് ബിരിയാണിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ബട്ട് എപ്പോഴും എന്തെങ്കിലും പെശക് വരുന്ന ഒരു സിറ്റുവേഷനാണ് ചോറ്. അത് വളരെ പാക വേവ് വന്നാലേ ബിരിയാണി അങ്ങോട്ട് പാസ്സാവുള്ളൂ. ഇപ്പോൾ ആദ്യം വെള്ളം എടുക്കുക, അതിലേക്ക് ഗരം മസാലേൻ്റെ എല്ലാ വിഭവങ്ങളും ഇടുക. പട്ട ഇട്ടു, പട്ടേൻ്റെ ഇല, ഏലക്ക എല്ലാം 2 ഇത് മതി, പീസ് മതി. 3 ഗ്രാമ്പ് അത് മതി. ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് തിളപ്പിക്കാം. ഇഞ്ചി വെള്ളുള്ളിൻ്റെ പേസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കണം. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ടു. ഓക്കെ, അതാ അരിക്ക് നമ്മൾ എല്ലാം ഒരു വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ നല്ലതല്ല, അതുകൊണ്ട് ഇടാണ്. അവസാനമായിട്ട് ഒരു 4 ഇല മല്ലിച്ചപ്പ്. ഇങ്ങോട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കും. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി വെള്ളം അവിടെയും. വെള്ളം അരിൻ്റെ ഡബിൾ. ഞങ്ങൾ 6 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 12 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അമ്മ അങ്ങനെ തെത്തല്ലേ. ഓക്കെ, ചിക്കനൊക്കെ വെന്തു, എല്ലാം ഓക്കെയാണ്. നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ചിക്കന്. അപ്പം ഇനി ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കുക. അന്യ ചോറൊക്കെ വെന്ത ശേഷം ദമ്മിൽ ഇതെടുത്താൽ മതി. അതുവരെ
ഗ്യാസ് ഓഫ്, അടച്ച് വെക്കാം. എന്താ അടുത്തതായിട്ട് കുക്കർ, ചോറിന് വേണ്ടിയിട്ട്. ഓക്കെ, കുക്കർ വെച്ചിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. ഇതാ കുക്കറിൽ ആദ്യം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട അണ്ടിപ്പരിപ്പ്, ഉള്ളി, ക്യാരറ്റ് എല്ലാം ഇപ്പം തന്നെ അങ്ങോട്ട് കുറച്ച് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളത് ചോറിനായിട്ട് യൂസ് ചെയ്യാം. കുറച്ചൊരു ലൈറ്റ് ചൂടാവട്ടെ കേട്ടോ, ലൈറ്റ് ചൂടായിട്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പിനെ വേവിച്ചെടുക്കും, ഇല്ലെങ്കിൽ അതങ്ങോട്ട് കരിഞ്ഞു പോകും നല്ലോണം ചൂടായ. അതിന് ശേഷം നമുക്ക് ഉള്ളിയും ക്യാരറ്റ് അങ്ങോട്ട്, ആദ്യം ക്യാരറ്റ് ഇട്ടിട്ട് അതെടുത്തിട്ട് പിന്നെ ഉള്ളി അങ്ങോട്ട് ഇടാം. മറ്റേ ഉള്ളി നമുക്ക് കുറച്ച് മാറ്റി എടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് നല്ലോണം അങ്ങോട്ട് ബ്രൗണിഷ് ആവും. ചോന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ക്യാരറ്റ്. ഓക്കെ, അണ്ടിപ്പരിപ്പായി, ഉള്ളിയായി, ക്യാരറ്റായി. ഇതിൻ്റെ ചോറിനുള്ളതാണ് ഇതൊക്കെ. ഉള്ളി, ക്യാരറ്റ്. ചോറിനുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച ശേഷം ഓഫാക്കുക. ഇതൊന്ന് മാറ്റിയെടുക്കണം. ചോറിനുള്ള അരി നല്ലോണം കേക്കിയിട്ട് ഒരു അരമണിക്കൂർ മുന്നിട്ട് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. ഉള്ളി ഇപ്പോൾ നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്യാരറ്റ്. ഇപ്പോൾ ആദ്യം ഇതാ ക്യാരറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ അരി അരമണിക്കൂർ വെള്ളത്തിൽ വെച്ച അരി ഇത് വാർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത് വെച്ച അരി ഇതിലിട്ടിട്ട് നല്ലോണം വറക്കുക. ഇങ്ങനെ കുറച്ച് നല്ലോണം ചെറുതായിട്ട് വറുത്താൽ ചോറ് ഒട്ടി പിടിക്കില്ല. അത് ഇപ്പോൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല, വറക്കാദ്യം ചെയ്യാം. അത് ഞങ്ങൾ ഈ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പൊടിയാൻ പാടില്ല. നല്ല ഇങ്ങനെ അടിച്ച് ഇളക്കി കൊടുത്താൽ മതി. ഇത് കുറച്ച് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് അടി പിടിക്കാതെ മാതിരി ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളത് ഈ പഴയ മോഡൽ കുക്കറായതുകൊണ്ട് നല്ല കുഴിയാണ് ഇതിൽ. അപ്പോൾ ഇളക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ തട്ടും, അതാണ് ചെറുതായിട്ടൊരു പേടി. ഇപ്പോഴത്തെ പുതിയ കുക്കറൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല. മതി, ഇനി വെള്ളം ഒഴിക്കും. നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം നമ്മൾ വറുത്ത് വെച്ച അരിക്ക് ഇപ്പം വെള്ളം, തിളപ്പിച്ച വെള്ളം ഊറ്റി. ഇനി ഒരു വിസിലടിച്ചിട്ട് അങ്ങോട്ട് ഗ്യാസ് ഓഫാക്കി വെക്കുക. പിന്നെ വിസിൽ പോയിട്ട് തുറന്നാൽ മതി, പ്രഷറൊക്കെ പോയിട്ട്. ഒരു വിസിലടിച്ച് ശേഷം ഗ്യാസ് ഓഫാക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് നോക്കിയിട്ട് പ്രഷറൊക്കെ കുറച്ച് തുറന്ന് നോക്കാം കേട്ടോ. ചെറുതായിട്ട് പ്രഷറുണ്ട്. മുഴുവൻ പോകണം എന്നറിയില്ല, എന്നാലും നല്ല മഴ ഉണ്ടാവും. മഴ ഉണ്ടാവും. നല്ല മന്തിയാണ്.
നല്ല പാകല്ലേ? ഇതാണ് അടുത്തത് ദമ്മിടാൻ പോണാണ്. നമ്മളിപ്പോൾ മസാല പുരട്ടി വെച്ച അല്ല നമ്മുടെ മസാലയിലുള്ള ചിക്കനിൽ ഇപ്പോൾ ഒന്ന് ചോറ് ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റ് അങ്ങോട്ട് ദമ്മിടും. ഇതിൽ ഫുള്ളാക്കാം. അത് ചോറൊക്കെ ഇല്ല വെച്ചാൽ നാളേക്ക് വേണമെങ്കിൽ ആ മസാല ഇട്ട് വെച്ച് ഞാൻ കഴിക്ക് വേണമെങ്കിൽ ചോറ് അല്ലേ? ഇത്ര മതിയോ? ഒരു 15-20 മിനിറ്റ് ലൈറ്റ് ഫ്ലെയിമിൽ അങ്ങനെ തന്നേക്കട്ടെ. അടിപൊളി അല്ലേ? കാണാൻ അടിപൊളിയാണ്. തിന്നിട്ട് പറയാം ഞാൻ എങ്ങനെ ഉണ്ടെന്ന്.